ഈ കഥ നടക്കുന്നത് ഒരു ബുധനാഴ്ചയാണ് ഒരു സ്കൂളിൽ വെച്ച്. അന്ന് ആ സ്കൂളിൽ എല്ലാം നോർമലാണ്. ഒരു ക്ലാസ് റൂം ഒഴിച്ച്. ആ ക്ലാസ് റൂമിൽ മാത്രം ഒരു കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി 17 കുട്ടികളും മിസ്സിംഗ് ആണ്. ഇവരെല്ലാവരും മിസ്സാവുന്നത് ഒരേ സമയത്തുമാണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പം രാത്രി കാണാൻ പറ്റിയൊരു പടമാണ്. പടത്തിൻ്റെ ഒരു വെപ്പൺസ് എന്നാണ്, ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പോൾ മറക്കാതിരിക്കാൻ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. ഈ ഹൊററും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ചേർന്നുള്ള പടം ഇഷ്ടമാണെങ്കിൽ വർക്കാവുന്നൊരു പടമാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഈ സിനിമയിലെ നായിക ഒരു ടീച്ചറാണ്. ഈ ടീച്ചറിന് സ്റ്റുഡൻസിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട്. അത് കാരണം കുറച്ച് അടുപ്പമൊക്കെ കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പം ഈ ടീച്ചറിൻ്റെ 17 സ്റ്റുഡൻറ്റും അവരവരുടെ വീട്ടിൽ നിന്ന് മിസ്സാവും. ഇവരെല്ലാവരും തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. ഈ ബാക്കി വന്ന ഒരു കുട്ടി മാത്രം പിറ്റേ ദിവസം സ്കൂളിൽ വരും. ഈ മൊത്തം സ്കൂളിൽ ഈ ഒരൊറ്റ ക്ലാസ് റൂമിൽ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. അത് കാരണം എല്ലാ പേരൻസിനും ഈ ടീച്ചറിനെയാണ് സംശയം. അതിൻ്റെ കൂടെ ഈ ടീച്ചർ സ്റ്റുഡൻസിനോട് കാണിച്ചേക്കുന്ന ഈ അടുപ്പം ഒരു കാരണമാവുകയും ചെയ്യും. ഈ ഇൻവെസ്റ്റിഗേഷനിലൊന്നും അത്ര വിശ്വാസമില്ലാതെ ഈ ടീച്ചറും ഒരു പേരൻറ്റും കൂടെ നടത്തുന്ന അന്വേഷണമൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. നമുക്ക് ഈ സിനിമ ഇച്ചിരി സ്ലോ ആണെങ്കിലും ബോറടിക്കത്തൊന്നുമില്ല. ഇനി എന്തുമായിരിക്കും സംഭവിക്കുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ത്രൂഔട്ട് ഈ പടത്തിലുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കഥ പറയുന്ന രീതിയിലാണ്. ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ സിനിമ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഓരോ കഥ കഴിയുമ്പോഴും നമുക്കിങ്ങനെ മിസ്റ്ററി ഇങ്ങനെ സോൾവ് ആയി വരുന്ന പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അടിപൊളി ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് അഭിപ്രായം പറയാം. ബൈ ബൈ.